ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് കപ്പ പായസം ഉണ്ടാക്കാനായിട്ടാണ്. അതിന് കപ്പ ഒരു കപ്പയായിരുന്നു. അത് ഞാൻ ചെറിയൊരു മീഡിയം കപ്പ അത് ഞാനിങ്ങനെ നല്ലതായിട്ട് ഇതുപോലെ കൊത്തി അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് 3-4 പ്രാവശ്യം കഴുകി ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് നമുക്ക് കുക്കറിലോട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പയൊക്കെ വെന്തു, നല്ലതായിട്ട് കപ്പ വെന്ത് പൊടിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു വിസിലേ അടിച്ചുള്ളൂ. ഇതേപോലെ കപ്പ വെന്തു ശർക്കര പാനിയാക്കി വെച്ചിരിക്കുകയാണ്. 5-6 ഏലക്ക പൊടിച്ചത്, നട്ട്സ്, കപ്പലണ്ടിയും മുന്തിരിയും നെയ്യിൽ വറുത്തത്, 1-ാം പാല്, 2-ാം പാല്. ഇനി നമുക്കൊരു കടായി വെച്ച് അങ്ങനെ നമ്മളൊരു ചെറിയ ഫ്ലെയിമിൽ കടായി വെച്ചു. ഇതിലൊക്കെ നെയ്യ് ഒഴിച്ചു. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റണം. ഏകദേശം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ നന്നായിട്ട് ഒരു വിസിലേ ഉള്ളിൽ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ ഇത് അധികം നന്നായിട്ട് മിക്സിയിലൊന്നും അടിക്കേണ്ട, നന്നായിട്ടൊക്കെ പൊടിഞ്ഞു. ആ നെയ്ക്കകത്ത് കിടന്നൊന്ന് മെൽറ്റാവണം. ശേഷം നമുക്ക് ചെറു തീ കൊടുക്കണം. ഓണത്തിന് നമുക്ക് വെറൈറ്റി ഒരു പായസം കൂടെ റെഡിയാക്കാം. ഇതിൻ്റെ ചാനലുകളൊക്കെ കാണുന്നുണ്ടല്ലോ. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുന്നു. നമ്മൾ ഇതിലേക്ക് പഞ്ചസാര 1 സ്പൂൺ ഇടുന്നു. പിന്നെ അരക്കണം. അതൊന്ന് ചെറുതായി കിടന്ന് മെൽറ്റാകുന്നു. നമ്മളിതിലേക്ക് 2-ാം പാൽ ഒഴിക്കുന്നു. കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ കപ്പയ്ക്കൊരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിട്ടുണ്ട്. കപ്പയുടെ രുചിയൊന്നും അറിയുന്നില്ല. അപ്പം കപ്പ ചെറുതായിട്ട് കടിക്കാനൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ കടിക്കുമ്പോൾ ഉണ്ടല്ലോ ഓരോ കപ്പയാണെന്നൊരു ഇത്, പക്ഷെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇത് ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുവരണം. എൻ്റെ ചാനലുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. കപ്പയാകുമ്പോൾ പെട്ടെന്നൊന്ന് കുറവും. ഈന്തപ്പഴം ഫ്രൈ ആയിട്ടുള്ളത് ഇടുന്നത് നല്ലതാണ്, ഒന്ന് കടിക്കാനൊക്കെ പറ്റും. ഇനി അടുത്ത് നമുക്ക് വീണ്ടും ഇച്ചിരി പാലൂടെ ഒഴിച്ചു കൊടുക്കാം. കപ്പയൊക്കെ ഇതാന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് ചവ്വരി ഒരു കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. അതും പെട്ടെന്ന് അങ്ങ് കുറവും. അത് ഇതിനകത്ത് കിടന്ന് വേവണം. ഇത് കുറവാണ്, നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം, പിന്നെയും നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് വീണ്ടും ഇത് കൂട്ടിക്കൊടുക്കണം. ഒത്തിരി ചൂടിലിടല്ലേ, എന്നുവെച്ചാൽ പെട്ടെന്ന് ഇത് കുറവും. കപ്പയാന്ന് അറിയത്തില്ല, ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ. അടുത്ത നമുക്ക് നമ്മുടെ ഏലക്ക പൊടിച്ചത് ഒരു 6-7 ഉണ്ട്, അതും ഇതിലേക്ക് ഇടണം. ഇനി നമ്മളിതിലേക്ക് ചുക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നു. അപ്പം തന്നെ ഒരു വേറൊരു ലെവലായി. ഉണ്ടോ, ചെറിയതായിട്ട് കടിക്കാനൊക്കെ പരുവത്തിനാക്കിയിട്ടുണ്ട്. ഉണ്ടോ ഇതുപോലെ. അപ്പോൾ നമുക്ക് ഇട്ടിരിക്കുന്നത് എല്ലാം ഒന്ന് വെന്തിട്ടുണ്ട്. അതിനൊരു എല്ലാം ഒന്ന് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രൈ ആയിട്ടുള്ള ഈന്തപ്പഴം കൂടെ ഉള്ളായിരുന്നു. എന്തായാലും വളരെ എല്ലാത്തിലും എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു ചുക്കൊക്കെ ഇച്ചിരി നല്ലതായിട്ട് ഇടാമെങ്കിൽ നല്ലതാണ്. നമ്മുടെ കപ്പയുടെ അനുസരിച്ച് വേണം. ഇപ്പം തന്നെ നല്ല വെറൈറ്റി, നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തത് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 1-ാം പാൽ ഇതിലേക്ക്
ചേർത്ത് കൊടുക്കാം. ചെറു തീ വേണം. ഇതിനധികം പിന്നെ ഒന്നാം പാലായതുകൊണ്ട് അധികം തിളപ്പിക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ അത് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ ഇതിലേക്ക് ഇടുന്നു. നിങ്ങളെല്ലാവരും കമൻ്റായിട്ടൊക്കെ പറയണം. ഇതുപോലെ ചെയ്യണം വീട്ടിലേക്ക്. അത്യാവശ്യം നല്ലൊരു ഓണം ആയിക്കോട്ടെ. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതൊക്കെ നല്ല മഴയാണ്, അതുകൊണ്ടാണ് സൗണ്ട് കിട്ടാൻ പാട് വരുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നട്ട്സൊക്കെ അതിലേക്ക് വീണ്ടും ഒന്നും കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇടുന്നു. എനിക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതുപോലെ എല്ലാം ഉണ്ടാക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു കപ്പപ്പായസം റെഡിയായിരിക്കുന്നു. നല്ല കപ്പപ്പായസം റെഡിയായിരിക്കുന്നു. ബൈ.